നിലച്ചിരിക്കാതെ സോളാർ കേസും ഉമ്മൻചാണ്ടിയുടെ പേരുമെല്ലാം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി ഉയർന്നു കേൾക്കുകയാണ്. പത്തനാപുരത്ത് എപ്പോൾ വന്നാലും ഉമ്മൻചാണ്ടിക്കെതിരായ ഗണേഷ് കുമാറിന്റെ ചതി പരാമർശിക്കാതെ ചാണ്ടി ഉമ്മൻ മടങ്ങാറില്ല. കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് എത്തിയപ്പോൾ പതിവിലും കടുത്ത ഭാഷയിലാണ് ഗണേഷ് കുമാറിനെതിരെ ചാണ്ടി ഉമ്മൻ ആഞ്ഞടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാകണം പതിവ് പോലെ വിടാൻ ഗണേഷ് കുമാറും തയ്യാറായില്ല. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്ത ചതിയനാണെന്ന് അതിലും ഒരു ഗ്രേഡ് കൂട്ടി ഗണേഷ് കുമാർ തിരിച്ചടിച്ചു. മേലിൽ ഈ തരം ആരോപണം ഉന്നയിച്ചാൽ അപകടകരമായിരിക്കും എന്ന മറുപടിയും മുന്നറിയിപ്പും ഗണേഷ് കുമാർ നൽകി. ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഗണേഷിനെ ചതിച്ചോ? ഗണേഷ് ഉമ്മൻചാണ്ടിയെ ചതിച്ചോ? ആദ്യം കാണാം ആർഡേസ് റാപ്പ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് കുമാർ ആണെന്നായിരുന്നു ചാണ്ടിയുമ്മൻ MLA ഉയർത്തിയ ആരോപണം. പത്തനാപുരം മാങ്കോട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട UDF അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിലായിരുന്നു ചാണ്ടിയുമ്മന്റെ ആരോപണം. സോളാർ കേസിലെ പരാതിക്കാരിയുടെ 18 പേജുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടുത്തി 24 പേജാക്കി മാറ്റിയതിനു പിന്നിൽ ഗണേഷ് കുമാർ ആണെന്നായിരുന്നു ഗുരുതര ആരോപണം. ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനെ മകനെ പോലെ സ്നേഹിച്ചിരുന്നു. അങ്ങനെയുള്ള ഗണേഷ് കുമാറിൽ നിന്ന് അത്തരമൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഇന്നും ഈ വിഷയത്തിൽ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഒരിക്കൽ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നീതിക്ക് നിരക്കാത്തതായി ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ തെളിവുകൾ അടങ്ങിയ CD തേടി ഗണേഷ് കുമാർ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തു. എന്നിട്ട് CD കിട്ടിയോന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തിയിരുന്നു. മുൻപും ഗണേഷ് കുമാറിനെതിരെ ചാണ്ടിയുമ്മൻ ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ കടുത്ത ഭാഷയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അതേ ഭാഷയിൽ ഗണേഷ് കുമാറും തിരിച്ചടിച്ചതോടെ സോളാർ കേസും അക്കാലത്തെ സംഭവവികാസങ്ങളും ഉമ്മൻചാണ്ടിയുമെല്ലാം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ആർഡേക്സ് റാപ്പ്, ന്യൂസ് മലയാളം. തന്നെ ചതിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ ആരോപണങ്ങൾക്ക് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നൽകിയ മറുപടി. തന്റെ കുടുംബം തകർത്ത് 2 മക്കളെയും വേർപിരിച്ചു. ഒരു കുടുംബ വഴക്കിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. താൻ ചതിച്ചെന്ന് ഉമ്മൻചാണ്ടി എവിടെയും പറഞ്ഞിട്ടില്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് ലഭിക്കാൻ കാരണമായ മൊഴി താനാണ് CBIക്ക് നൽകിയതെന്നും ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചില്ലെന്നും ഗണേഷ് കുമാർ ഇന്നലെ പറഞ്ഞു. അതൊന്നുകൂടെ കാണാം. കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്തി എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി 2 വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? ഉമ്മൻചാണ്ടിക്കെതിരായ പരാമർശം പിൻവലിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഒരിക്കലും ഗണേഷ് കുമാറിന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചിട്ടില്ല, കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് അന്ന് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിന് നന്നായി അറിയാമെന്നും VD സതീശൻ പറഞ്ഞു. ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. ആരോപണം ഇതാദ്യമായിട്ട് 2023 MLA ആയ ശേഷം പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിനിടെ ഇതേ ആരോപണം ചാണ്ടിയുമ്മൻ ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചന സംബന്ധിച്ച് CBI റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിരുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് പശ്ചാത്തലം. 2024 പത്തനാപുരത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും ആരോപണം ചാണ്ടിയുമ്മൻ ആവർത്തിച്ചു. ആരെയും ചതിച്ചിട്ടില്ല എന്നും കൂടുതൽ മറുപടി കേൾക്കില്ല എന്നുമായിരുന്നു ആദ്യം ഗണേഷിന്റെ നിലപാട്. അവിടം കൊണ്ട് നിർത്തി. കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ സുധീർ ജേക്കബ് നൽകിയ കേസ് കോടതിയിൽ നടക്കുകയാണ്. ഗണേഷിനെതിരായിട്ട് കേസ് പരാതിക്കാരിയുടെ കത്തിൽ 4 പേജ് ചേർത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടുത്തി എന്നതാണ്. അതാണ് കേസ്. CBI റിപ്പോർട്ടിലെ ഗൂഢാലോചന ആരോപണം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് കേസ്. ഗൂഢാലോചന കേസിൽ സോളാർ കേസിലെ പരാതിക്കാരി 1-ാം പ്രതിയും ഗണേഷ് 2-ാം പ്രതിയുമാണ്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കാൻ വിചാരണാഘട്ടം വേണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന പരാതി വാസ്തവ വിരുദ്ധമാണെന്ന് CBI കണ്ടെത്തിയിരുന്നു. പരാതിക്കാരിയുടെ 21 പേജുള്ള കത്തിൽ പിന്നീട് പേജുകൾ ചേർത്ത് 25 മാറ്റിയെന്നാണ് റിപ്പോർട്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് കേസിലേക്ക് വലിച്ചെടുക്കപ്പെട്ടത് പുതുതായി ചേർത്ത പേജുകളിലൂടെയാണെന്നും ആരോപണം ഉണ്ട്. പരാതിക്കാരി ജയിലിൽ കഴിയുമ്പോൾ എഴുതിയ കത്ത് ഗണേഷ് സഹായി പ്രദീപ് വഴി കൈക്കലാക്കി അതിൽ 4 പേജ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ബന്ധു കൂടിയായ ശരണ്യ മനോജ് ഗണേഷ് കുമാറിന് സഹായം ചെയ്തു എന്നതായിരുന്നു ഈ ആരോപണങ്ങൾ. ഇതെല്ലാം ശരിവെക്കും വിധം CBIക്ക് ശരണ്യ മനോജ് മൊഴിയും നൽകിയിട്ടുണ്ട് എന്നതൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്
പക്ഷേ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ വിശദാംശങ്ങളല്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ സംഭവങ്ങൾ, ഒന്ന് കഴിഞ്ഞ തവണ ഗണേഷ് കുമാർ അങ്ങ് വിട്ടുകളഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചടിക്കുകയാണ്. ഉമ്മൻചാണ്ടിയാണ് തന്നെ ചതിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് 2013 ഈ വിവാദങ്ങളെല്ലാം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അന്ന് അദ്ദേഹം മന്ത്രിയാണല്ലോ, കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാണ്. ആ ഘട്ടത്തിൽ തന്നെ അതിനൊപ്പം വരുന്ന ഒരു വാർത്ത എന്താണ്, ബിജു രാധാകൃഷ്ണൻ, അതായത് സരിതയുടെ മുൻ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അടച്ചിട്ട മുറിയിൽ അവർ ദീർഘനേരം സംസാരിച്ചു. അതെന്തായിരുന്നു എന്നത് ഒരു കാലത്തും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി പറയാത്തപ്പോൾ അത് രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതൊരു ഗൂഢാലോചനയാണെന്ന് ഒരു കൂട്ടരും, അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്താത്തതാണ്, അത് കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് എന്നുമാണ്, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിലത് വ്യാഖ്യാനിക്കപ്പെട്ടു പോയി. ഒരു ഘട്ടത്തിലും അദ്ദേഹം എന്താണ് സംസാരിച്ചത് എന്നത് വെളിപ്പെടുത്താൻ ഉമ്മൻചാണ്ടി കൂട്ടാക്കിയില്ല എന്നുള്ളതൊരു വസ്തുതയായി നിലനിൽക്കുകയാണ്. ഇതിനിടയ്ക്കാണ് കെ ബി ഗണേഷ് കുമാറിന് എതിരെ ഈ കുടുംബത്തിൽ പീഡനാരോപണവും ഒക്കെ ഉണ്ടാവുകയും, ഗാർഹിക പീഡനാരോപണം ഉണ്ടാവുന്നതും, അദ്ദേഹത്തിൻ്റെ ഭാര്യ കേസ് കൊടുക്കുന്നതും, കുടുംബം രണ്ടാവുന്നതും ഒക്കെ അതിൽ ഈ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ പലരും മധ്യസ്ഥത വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിൽ. അപ്പോൾ അപ്പോഴെല്ലാം ഒരു ദുരൂഹമായി നിലനിന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയും ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെയായിരുന്നു. അതേക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾ വരുന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്, ഒന്ന് ഈ സരിത എസ് നായരുടെ ഒരു കത്ത് പുറത്തു വരുന്നുണ്ട്. 18 പേജുള്ള ഒരു കത്ത് അത് 28 പേജാക്കി മാറ്റിയത് ഗണേഷ് കുമാറിൻ്റെ ഇടപെടലിലുണ്ടാണ്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ അതിൽ ഉൾപ്പെട്ടത് എന്നാണല്ലോ പിന്നീട് പറയുന്നത്. അപ്പോൾ ആ കത്ത് എന്നത് മനഃപൂർവ്വം ഉമ്മൻചാണ്ടിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ആ നിലയ്ക്ക് എഴുതി തയ്യാറാക്കിയതാണ് എന്നുള്ള അത് ചിലപ്പോൾ ചാണ്ടി ഉമ്മൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടാവാം. ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകനാണ്, അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്, MLA ആണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിൽക്കുന്നത് എവിടെയാണ്? പത്തനാപുരത്താണ്. കെ ബി ഗണേഷ് കുമാർ തുടർച്ചയായി ജയിച്ചു വരുന്ന സ്ഥലത്താണ്. അവിടെ ഇത്തവണ നമുക്കറിയാം പല നേതാക്കൾ, ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ള നേതാക്കന്മാർ അവിടെ തമ്പടിച്ച് നിരന്തരം പ്രവർത്തിക്കുകയാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ വേണ്ടി. അദ്ദേഹം തന്നെ ആയിരിക്കും മിക്കവാറും അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉള്ളപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ വന്നിട്ട് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ ഘട്ടം എന്താണ്? പഴയ കാര്യങ്ങൾ മിക്കവാറും എല്ലാം അതിൻ്റെ സംഭവ പരമ്പര ആളുകൾ മറന്നിട്ടുണ്ട്. 2013 മുമ്പുള്ള കാര്യമാണ് ഇതെല്ലാം. അപ്പോൾ 13 അതിൻ്റെ തുടർച്ചയിൽ 2016 മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഏതാണ്ട് മറന്നിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ വയ്ക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഏറ്റവും, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ തന്നെ ഏറ്റവും ഒരു ടവറിങ് പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ നിൽക്കുന്ന നേതാവ്, അതിൻ്റെ മകൻ എന്ന് പറയുകയാണ് എൻ്റെ അച്ഛൻ രോഗിയായത് ഇത് ഗണേഷ് കുമാറിനെ കൊണ്ടാണ് എന്ന് പറയുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതവിടെ വന്ന് ആരോപിക്കുമ്പോൾ അത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതോ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതോ ആയ ആരോപണമല്ല, അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുള്ള ഒരു ആരോപണമാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് ഗണേഷ് കുമാറിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം തിരിച്ചടിച്ചത്. അല്ലാതെ അതിനോട് വഴുതി പോവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ കുഴപ്പം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ചു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നാൽ അന്നത്തെ കൂടിക്കാഴ്ചയടക്കം ഒരുപക്ഷെ ഇദ്ദേഹം കൂടുതൽ ആരോപണ സ്വഭാവത്തോടെ വെളിപ്പെടുത്തിയേക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ്. എന്തായാലും ഇതിൽ അന്വേഷണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതാണ്. ആ വിഷയത്തിൽ, ആ കേസിൽ അതിൽ ആരോപണ വിധേയരാരാണ്, ശിക്ഷിക്കപ്പെടേണ്ടവരാരാണ്, അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ. ബാക്കി ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഗതി ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആരോപണ വിധേയരായവരിൽ അതിൽ തട്ടിപ്പ് നടത്തിയവർ ജയിലിൽ പോയിട്ടുണ്ട്, ഇറങ്ങിയിട്ട് വീണ്ടും തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടു, ബിജു രാധാകൃഷ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുതിയ തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നു. ആ വാർത്ത വന്നതിന് ശേഷം പുള്ളി അത് പൂട്ടി സ്ഥലം വിട്ടൊന്നും കേൾക്കുന്നു. എന്തായാലും ഇത് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം മാത്രം കണക്കിലെടുത്താവണം ആ പ്രഖ്യാപനം, ആ പ്രസ്താവന ഉണ്ടായത്. അദ്ദേഹം വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കെ ബി ഗണേഷ് കുമാർ തൻ്റെ പിതാവിനെ വഞ്ചിച്ചു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിനെ ഈ സാഹചര്യത്തിൽ അത് പ്രയോജനപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്നുള്ള കരുതൽ കൂടി തീർച്ചയായിട്ടും ഉണ്ടാവണം. നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ഉമ്മൻചാണ്ടി ഇപ്പോൾ കേരളത്തിലെ ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ്, കോൺഗ്രസിനിടയിൽ ഹർഷനത് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിക്ക് ഒരു പുണ്യാളൻ
അല്ലെങ്കിൽ ഒരു വിശുദ്ധനായിട്ടുള്ള ഒരാൾ എന്ന നിലക്കുള്ള ഒരു ഇമേജ് പോലും കുറേയേറെ കോൺഗ്രസ്സുകാർക്കിടയുണ്ട്. നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ശവകുടീരം സന്ദർശിക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശ്വാസപരമായിട്ടുള്ള കാര്യം മാത്രമല്ല. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആളുകൾ പോകുന്നു. കേസിൽ പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ ശ്രമിക്കുന്ന അവിടേക്കാണ്. ഞാൻ പറയുന്നത് ഒരു വിശ്വാസപരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് കൂടെ ഉമ്മൻചാണ്ടിയുടെ ഈ ശവകുടീരം മാറുകയും ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ കെ കരുണാകരനോ നേരത്തെ അന്തരിച്ചു പോയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊന്നും ഇല്ലാത്തൊരു വല്ലാത്ത ഓറ അദ്ദേഹത്തിനുണ്ട് എന്ന തരത്തിലുള്ള ഒരു കാര്യം വരികയാണ്. തെറ്റായ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് ഉമ്മൻചാണ്ടി വളരെ വിശുദ്ധനായിട്ട് ഒരാളായിരുന്നു എന്ന കാര്യം വരികയാണ്. അപ്പോൾ അത് പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ എതിർകക്ഷികൾ പോലും അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല. അത് അങ്ങനെ തന്നെയാണ് തുടരുക. കേരളത്തിൽ അങ്ങനെ തന്നെയാണ് തുടരുക. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെയൊക്കെ ആവശ്യമാണ്. അതിന് മുകളിലേക്കാണ് സത്യം പറഞ്ഞ ഗണേഷ് കുമാർ. ഇന്നലെ ഞാനത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഞെട്ടലുണ്ടായി. കാരണം അദ്ദേഹം അന്തരിച്ചൊരു നേതാവാണ് ഉമ്മൻചാണ്ടി. മരിച്ചുപോയ നേതാക്കളോട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. വലിയ തോതിൽ സ്നേഹിക്കപ്പെട്ട ആളാണ്. ഇപ്പോൾ സ്നേഹിക്കപ്പെടുന്ന ആളാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ അക്കാലത്ത് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആളുകൾ പോലും, രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒന്നും പറയുകയില്ല. സവിശേഷമായിട്ട് എന്തോ ഒരു വിശുദ്ധ സംഗതി കൂടെ ഉണ്ടെന്ന് ചില കോൺഗ്രസ്സുകാരെങ്കിലും പറയുന്നുമുണ്ട്. അവിടേക്ക് വല്ലാതെ എന്താണ് ഒരു 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 എന്താണ് ആദരവിനപ്പുറത്തേക്ക് പോകേണ്ട ഞാൻ നിർബന്ധനായിരിക്കുന്നു എന്ന ഒരു മുഖഭാവത്തോടു കൂടിയും ഭാവത്തോടും കൂടിയിട്ട് KB ഗണേഷ് കുമാർ എന്നെ ചതിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ മധ്യസ്ഥനായിരിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന് ചില ആളുകളെങ്കിലും സമീപകാലത്തൊക്കെ പറഞ്ഞതിന് ഇദ്ദേഹം പറയുന്നത് എൻ്റെ കുടുംബം തകർക്കാൻ മധ്യസ്ഥനായ ആളാണെന്നാണ്. ഞാൻ പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മളത് ചെറുതായിട്ട് കാണരുത്. ഇപ്പോൾ VD സതീശൻ്റെ ശബ്ദം താഴ്ന്നിട്ടാണ് അത് നിങ്ങൾ പറഞ്ഞ് അത് മാപ്പ് പറഞ്ഞ് പിൻവലിക്കണം എന്ന് പറയുമ്പോൾ ഇതിലപ്പുറത്തേക്ക് കൊണ്ടുപോകരുതേ എന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. പൊതുസമൂഹം ആകെ തന്നെയും ഞാനും വിചാരിക്കുന്നത് ഇത് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകല്ലേ ശ്രീ KB ഗണേഷ് കുമാർ എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാനാണ് എനിക്കും തോന്നുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ നല്ല ബഹുമാന്യമായിട്ട് പോകുന്ന അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിക്കൊള്ളട്ടെ, അന്തരിച്ചതിന് ശേഷം ഇത്രയും പ്രധാനപ്പെട്ട സ്റ്റേച്ചറിൽ നിന്നിരുന്ന ഒരു നേതാവിനെ കുറിച്ച് എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി എന്നൊക്കെ പറയുന്നത് ഗണേഷ് കുമാറിനത് പറയാനുള്ള നല്ല വൈകാരികമായിട്ടുള്ള ശബ്ദവും ആ ഭാവഹാവാദികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ആത്മാർത്ഥമായിട്ട് വരുന്നതായിരിക്കാം, അല്ല രാഷ്ട്രീയക്കാരാണല്ലോ, ചിലപ്പോൾ തിരിച്ചു വരുന്നതായിരിക്കാം, നമുക്കറിയില്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ കാര്യം അവിടെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടെ ലക്ഷ്യമാക്കിയിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാമെന്നുള്ള ഓപ്ഷനും പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ ഗണേഷ് കുമാർ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള വേദന കൊണ്ട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ നടനും കൂടിയാണല്ലോ, അദ്ദേഹം അതിലേക്ക് പാകപ്പെടുത്തിയായിരിക്കാം. പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്കത് നമ്മൾ എവിടെയോ ചെന്ന് തട്ടുന്ന കാര്യമാണ് പറയുന്നത്. എൻ്റെ കുടുംബത്തെ തകർത്തു, എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. ആർക്കെതിരെയാണ് ഈ പറയുന്നത്? ഉമ്മൻചാണ്ടിക്കെതിരെയാണ് പറയുന്നത്. മറ്റേതെങ്കിലും ഒരു ജീവിച്ചിരിക്കുന്ന മറുപടി പറയാൻ ഇപ്പോഴും ഉള്ള നാട്ടിലുള്ള മറുപടി പറയാൻ പറ്റുന്ന ഒരു നേതാവിനെ കുറിച്ചല്ല. അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി പറയാൻ ഇവിടെ ഉമ്മൻചാണ്ടി ഇല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആകെപ്പാടെ എന്നും നാളെ ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ഗണേഷ് കുമാറിന് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമുക്ക് കേരളത്തിന് അറിയാവുന്നൊരു കാര്യമുണ്ട്, KB ഗണേഷ് കുമാറിൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം തന്നെ പുറത്തുവിട്ടാണ്. നമുക്കറിയാമല്ലോ ആ സംഭവ വികാസങ്ങൾ ഓർത്തെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ കുഴപ്പക്കാരൊന്നും ആവുന്നില്ല. ഈ രാജ്യത്ത് ലോകത്ത് എത്രയെത്ര മനുഷ്യരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ വ്യക്തി ജീവിതത്തിൽ ഇപ്പം ഒരാളെ അല്ലെങ്കിൽ അവർക്ക് പരാതി ഉണ്ടാകും വിധം വല്ലാതെ ഉപദ്രവിച്ചു എന്നതല്ലാതെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിൽ കുഴപ്പങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ പിരിയും, നല്ല സുഹൃത്തുക്കളും നല്ല ദമ്പതിമാരുമായിരുന്ന ആളുകൾ പിരിയുകയും വലിയ ശത്രുക്കളായി മാറുകയൊക്കെ ചെയ്യും. അതൊക്കെ നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. അപ്പോൾ മറ്റാരെങ്കിലും വന്ന് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു എന്ന് പരാതി പറയുന്നത് വരെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്തത് വരെ ഇക്കാര്യത്തിൽ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കാവുന്നതേ ഉള്ളൂ ഈ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ. അപ്പം അതിനകത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ എൻ്റെ കുടുംബജീവിതം കുഴപ്പത്തിലാക്കി കളഞ്ഞു എന്ന് ഉമ്മൻചാണ്ടിയെ പോലും പ്രധാനപ്പെട്ട നേതാവിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് വിഷമിക്കാൻ നമുക്ക് ആകെ തന്നെയും കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ചാണ്ടി ഉമ്മനാണെങ്കിലും ഇതൊരു രാഷ്ട്രീയ പ്രശ്നം എന്ന നിലക്ക് ഒരല്പം പിന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാര്യങ്ങളെ പ്രത്യേകിച്ചും കംപ്ലീറ്റ് രാഷ്ട്രീയ പ്രശ്നമല്ലാത്തൊരു കാര്യത്തെ, ഇത് ടോട്ടലായിട്ട് രാഷ്ട്രീയ പ്രശ്നമല്ലാത്തൊരു കാര്യമാണ്. വ്യക്തിപരമായിട്ടും കുടുംബങ്ങളും വ്യക്തികൾ വേദനിക്കുന്ന അച്ഛൻ, പിതാവ്, മക്കൾ എന്നൊക്കെ വരുന്നൊരു കാര്യത്തിനകത്ത് നമുക്ക് ഖണ്ഡിതമായിട്ട് ഇതാ ഇങ്ങനെ ചെയ്തേക്കൂ എന്ന് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് പറയുന്നതൊന്നും സാധ്യമല്ല. പക്ഷേ കേൾക്കുമ്പോൾ തോന്നുന്നത് KB ഗണേഷ് കുമാർ ഇവിടം കൊണ്ട് നിർത്തണം. അത് ചാണ്ടി ഉമ്മൻ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാതെ ഈ കാര്യങ്ങളെ അവസാനിപ്പിക്കണമെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം ഇതിനകത്ത് ഉൾച്ചേർന്ന് കിടക്കുന്നത് കൊണ്ട് അത് ഒരുപക്ഷെ ഇതിനേക്കാൾ വലുതാകുമായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും സംസാരിക്കേണ്ടതായിട്ട് നമുക്ക് വന്നേക്കാം. എങ്കിലും ഇതിവിടം കൊണ്ടങ്ങ് തീരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, പക്ഷേ ഇതിവിടം കൊണ്ട് തീരാൻ സാധ്യതയില്ല. കാരണം ഇനിയും ചില വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഇനിയും ഇതിൽ ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്
ചില ആളുകൾ. സ്വാഭാവികമാണ്. ഈ വിഷയം വന്നപ്പോഴെല്ലാം ആ മട്ടിലുള്ള ഇടപെടലുകളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചിലതൊക്കെ ഇനിയും സംഭവിച്ചേക്കാം. പിന്നെ സനീഷ് ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ മറുപടി പറയാനാവാത്ത ഒരാൾ, അയാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിനകത്തുള്ള ഒരു ശരികേട് എന്നുള്ള മട്ടിൽ പറഞ്ഞു. പക്ഷെ അതുകൂടിയാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ മറുപടി പറയാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരം ഊഹാപോഹങ്ങൾക്ക് ഇപ്പോൾ സാഹചര്യവും സാധ്യതയും ഉണ്ടായത്. കാരണം എന്തായിരുന്നു ബിജു രാധാകൃഷ്ണനുമായി സംസാരിച്ചത്, ദീർഘമായി അങ്ങനെ ഒരു ആലോചന നടത്തിയത് എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തതയില്ല എന്നുള്ളതൊരു പ്രശ്നം. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ബിജു രാധാകൃഷ്ണൻ ഭാര്യയടക്കം കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും തട്ടിപ്പുകാരനുമായിരുന്നു, സോളാർ തട്ടിപ്പിലെ ഒന്നാമത്തെ പ്രതിയുമായിരുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നത് പുറത്ത് വെളിപ്പെടുത്താനാവാത്ത കാര്യമാണ് എന്ന മട്ടിൽ അങ്ങനെ ഹൃദയത്തിൽ അങ്ങനെ രഹസ്യമായി കൊണ്ടു നടക്കേണ്ട ആവശ്യം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നോ എന്നും സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ സംശയിക്കാം. തീർച്ചയായും എനിക്കും അത്തരം കാര്യങ്ങളൊക്കെ ആകാംക്ഷയൊക്കെ എനിക്കുണ്ട്. പക്ഷേ എങ്കിലും ഞാനത് പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരള രാഷ്ട്രീയം ഒരിക്കൽ പൂട്ടി അട്ടത്ത് വെച്ച പഴയ പല പണ്ടാറപ്പെട്ടികളും വീണ്ടും തുറക്കുന്നതായിട്ട് തോന്നുന്നു. പൊടുന്നനെ എവിടെ നിന്ന് എന്നില്ലാതെ വിവാദങ്ങൾ പൊട്ടി വീഴുകയാണ്. പൊതുസമൂഹത്തെ പരമാവധി മലീമസമാക്കി കടന്നുപോയ പഴയ വിവാദങ്ങൾ വീണ്ടും ചീഞ്ഞു നാറാൻ വലിച്ചു പുലർത്തുന്നത് കൊണ്ട് ആർക്കെന്ത് ഗുണമാണ്? ഇതൊരു നല്ല രാഷ്ട്രീയ സംസ്കാരമല്ല എന്നാണ് RDX കരുതുന്നത്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നതുകൂടി ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ അന്തസ്സിനെ ഹനിക്കും വിധമുള്ള ആരോപണങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണെങ്കിലും അത് ഗുണമല്ലല്ലോ ചെയ്യുക. അദ്ദേഹത്തിന് KB ഗണേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടെങ്കിലും അതുകൊണ്ട് ആ കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് RDXൽ ഇടവേളയിലേക്ക്